എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ കനോല എന്നതാണ്. കനോല എന്ന് പറഞ്ഞാൽ കൊറിയൻ ഭാഷയിൽ കടുക് എന്നാണ് അർത്ഥം. സൗത്ത് കൊറിയയിൽ നിന്നും വന്ന ഈ ചിത്രം കൊറിയൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരു അമ്മൂമ്മയുടെയും കൊച്ചുമോളുടെയും കഥ പറയുന്ന ഈ ചിത്രം പക്ഷേ കുട്ടികൾക്കുള്ള ചിത്രമല്ല. സിനിമയിലേക്ക് കടക്കും മുമ്പ് ചില കാര്യങ്ങൾ. ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ, കൂടെ ഒരു കമൻറ്റ് കൂടി എഴുതണേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ സിനിമയുടെ ലിങ്ക് ഷെയർ ചെയ്യണേ. നന്ദി. ഇനി സിനിമയിലേക്ക് പോകാം. സൗത്ത് കൊറിയയിലെ കടുക് പാടങ്ങൾ സമൃദ്ധിയായിട്ടുള്ള ജെ ദ്വീപിലാണ് ആ അമ്മൂമ്മ ജയ് സൂനും കൊച്ചുമോൾ ഹൈക്കിയും താമസിക്കുന്നത്. അവളുടെ അച്ഛൻ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചു. അമ്മ ഇവിടം വിട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ അമ്മൂമ്മയും മോളും ഒറ്റയ്ക്കായി. അമ്മൂമ്മ മറ്റുള്ളവരെ പോലെ കടലിൽ മുങ്ങി അപൂർവ മത്സ്യങ്ങളും മരുന്നുകളും ശേഖരിക്കുന്ന പണിയിലാണ് ഏർപ്പെടുത്തിയത്. ഒരു ദിവസം അമ്മൂമ്മയും കൊച്ചും കൂടി ഷോപ്പിങ്ങിന് പോയപ്പോൾ അവൾ ഒരു ക്രയോൺസ് പെട്ടിയിൽ പിടിച്ചു. അവസാനം അമ്മൂമ്മയ്ക്ക് അത് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അവൾ വീട്ടിലെത്തി അവളുടെ കളിക്കൂട്ടുകാരിയായ ടോജോ എന്ന പന്നിയെ കാണിക്കുന്നു. പക്ഷേ അവന് വലിയ മൈൻഡില്ല. പിന്നെ വീട് മുഴുവൻ ചിത്രങ്ങളായി, അവൾ വരച്ച ചിത്രങ്ങൾ. അങ്ങനെ അമ്മൂമ്മയും മകളും സുഖമായി വാഴുമ്പോൾ ഒരു ദിവസം അവർ ഷോപ്പിങ്ങിന് പോകുന്നു. ഭയങ്കര തിരക്കാണ് അവിടെ. മകൾ ഒരു വള എടുത്ത് അമ്മൂമ്മയെ കാണിക്കുന്നു. അമ്മൂമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നു. രണ്ടുപേരും തിരക്കിനിടയിൽ കൈപിടിച്ച് കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇടയ്ക്ക് മകൾ മൂളാത്തത് കൊണ്ട് നോക്കുമ്പോൾ മകളെ കാണുന്നില്ല. കൈപിടിച്ച് നിന്ന മകളെ കാണുന്നില്ല. അമ്മൂമ്മ ആ പ്രദേശം മുഴുവൻ നോക്കി, പക്ഷെ കൊച്ചിനെ കാണുന്നില്ല. അവർ തകർന്നു പോകുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം കൊറിയയിലെ ഒരു നഗരം. അവിടെ 2 പെൺകുട്ടികൾ ആയ സുഹൃത്തുക്കൾ ഉണ്ട്. ഒരാൾ ഹൈജിയും മറ്റേയാൾ ഹേജിയും. കാശില്ലാത്തതുകൊണ്ട് ബില്ലുകൾ അടച്ചിട്ടില്ല. അതുകൊണ്ട് കറണ്ടില്ല, റൂം ഹീറ്ററും ഇല്ല. അവർ ഇരുട്ടത്ത് തണുപ്പത്ത് ഇരിക്കുന്നു. അപ്പോഴാണ് അവരുടെ 2 ആൺ സുഹൃത്തുക്കൾ വന്ന് അവരെ പുറത്തേക്ക് വിളിക്കുന്നത്. അവരുടെ ആവശ്യം, ഹോട്ടലിൽ ഒരുത്തൻ റൂം എടുത്തിട്ടുണ്ട്. ഹൈജി ഒരു വേശ്യയായി വേഷമിട്ട് റൂമിൽ എത്തണം, ബാക്കി അവർ ആയിക്കോളും. അവൾ സമ്മതിക്കുന്നില്ല. അവർ അവളെ ഉപദ്രവിക്കുന്നു. അപ്പോഴാണ് ഹൈജി പറയുന്നത്, ഞാൻ പൊക്കോളാം. അങ്ങനെ അവൾ ആ റൂമിലേക്ക് കടക്കുന്നു. റൂം നമ്പർ സുഹൃത്തുക്കൾക്ക് മെസ്സേജായി അയക്കുകയും ചെയ്യുന്നു. അവർ ആ ആണിനെ ഉപദ്രവിക്കുന്നു. അവൻ എതിർക്കുന്നു. അവരുടെ ഉപദ്രവം കൂടുതൽ തീവ്രമാവുന്നു. അവസാനം അയാൾ മരിച്ചു പോകുന്നു. അവർ എല്ലാവരും പല ഭാഗത്തായി ഒളിക്കുന്നു. നമ്മുടെ ഹൈജിയും ഹേജിയും ഒഴിവ് സ്ഥലത്ത് ഭക്ഷണം പാഴ്സൽ മേടിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ പാക്കറ്റിന് പുറത്ത് ബാലികയായ ഹൈജിയുടെ ഫോട്ടോയും കണ്ടുപിടിക്കുന്നവർ ബന്ധപ്പെടാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. അമ്മൂമ്മയുടെ സുഹൃത്തിന് ഒരു ഫോൺ വരുന്നു. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. കടലാസ് വർക്കുകൾ. അതിലൊന്ന് ഹൈജിയുടെയും അമ്മൂമ്മയുടെയും DNA ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഹൈജിയെ അമ്മയാണ് തട്ടിക്കൊണ്ടുപോയത്. ഒരു കാർ ആക്സിഡൻറ്റിൽ അമ്മ മരിച്ചു. അച്ഛൻ അവളെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അവൾ ഒരു അനാഥശാലയിൽ ആയി. ഇതാണ് പോലീസ് പറയുന്ന കഥ. അങ്ങനെ ഹൈജി അമ്മൂമ്മയുടെ അടുത്തേക്ക് വരുന്നു. അവൾക്ക് നല്ല ഒരു പരിചയമില്ലായ്മ ഉണ്ട്. അമ്മൂമ്മ അവളുടെ വള നോക്കുന്നു. അമ്മൂമ്മ ചോദിക്കുന്നത്, നീ എൻ്റെ ഹൈജി ആണോ എന്നാണ്. വളരെ വികാരമാണ് അമ്മൂമ്മ അവളോട് കാണിക്കുന്നത്. ഹൈജിയുടെ വരവിൽ സന്തോഷിച്ച് അമ്മൂമ്മ ഒരാഘോഷം നടത്തുന്നു. പിറ്റേ ദിവസം ഹൈജി ഒരു ബൂത്തിൽ നിന്നും കൂട്ടുകാരിയെ വിളിക്കുന്നു. അയാൾ മരിച്ചിട്ടില്ല, പക്ഷേ ഹോട്ടൽ ഉടമ കൂടുതൽ പൈസ ചോദിക്കുന്നു. അവർ നിന്നെ കള്ളക്കേസിൽ പെടുത്താൻ നോക്കുകയാണ്, നീ അവിടെ തന്നെ നിൽക്കൂ എന്നാണ് കൂട്ടുകാരി പറയുന്നത്.
അവൾക്ക് അവിടെ ഒരു പുരുഷ ഫ്രണ്ടിനെ കിട്ടുകയും ചെയ്തു. ഹൈജിയെ സ്കൂളിൽ ചേർക്കുന്നു. അവൾ സ്വയം പരിചയപ്പെടുത്തുന്നു ആദ്യ ക്ലാസ്സിൽ. അടുത്ത പിരീഡ് പടം വരെയാണ്. മാഷ് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കാൻ എല്ലാവരോടും പറയുന്നു. ബാക്കി എല്ലാവരും വരച്ചിട്ടും നമ്മുടെ ഹൈജി വരയ്ക്കുന്നില്ല. അവൾ കാത്തിരിക്കുകയാണ്. മാഷ് ചൂടാവുന്നു. വരയ്ക്കാതെ നിന്നെ ഞാൻ വീട്ടിൽ വിടില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. എങ്കിലും അവൾ അനങ്ങിയില്ല. അവസാനം മാഷ് അവളോട് വീട്ടിൽ പോകാൻ പറയുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ മേക്കപ്പ് സെറ്റ് താഴെ വീഴുന്നു. അതിലെ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് അതിമനോഹരമായ ഒരു ചിത്രം അവൾ വരയ്ക്കുന്നു. മാഷ് അത് കണ്ട് അന്തിച്ചുപോയി. ഹൈജിയുടെ കഴിവ് കണ്ടിട്ട് ഡ്രോയിങ് മാഷ് പ്രത്യേക ക്ലാസ് തുടങ്ങി അവൾക്കായി. ഒരു ദിവസം അവളുടെ ഫ്രണ്ടിൻ്റെ കയ്യിലെ ഫോൺ ഉപയോഗിച്ച് അവളുടെ കൂട്ടുകാരിയെ വിളിക്കുന്നു. പക്ഷേ സമീപത്തിരുന്ന ആൺ സുഹൃത്താണ് ഫോൺ ആൻസർ ചെയ്യുന്നത്. പൈസ നീ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരിയെ ഉപയോഗിച്ച് ഞാൻ പൈസ ഉണ്ടാക്കും എന്നാണ് അവൻ ഭീഷണിപ്പെടുത്തുന്നത്. എന്നാൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് ഹൈജി. സുഹൃത്ത് ഫോൺ കട്ട് ചെയ്യുന്നു. ഹൈജിയുടെ മുഖത്തെ ഭാവവും ഭാഷയും കണ്ട് സുഹൃത്ത് അന്തം വിട്ടു നിൽക്കുന്നു. ഇതിനിടയിൽ അമ്മൂമ്മയുടെ സുഹൃത്ത് ഹൈജിയെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു. അത് സഹിക്കാതെ അമ്മൂമ്മ അവരെ ഇറക്കി വിടുന്നു. ഡ്രോയിങ് മാഷുമായി അവൾ ഉടക്കുന്നു. നിൻ്റെ അമ്മൂമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് എന്ന് മാഷ് പറഞ്ഞപ്പോൾ അവൾക്കൊരു ചെറിയ ബോധം വരുന്നുണ്ട്. അവിടെ ഒരു ഉത്സവം നടക്കുമ്പോൾ ഹൈജി വീട്ടിൽ പോയി അമ്മൂമ്മയുടെ ബാങ്ക് പാസ്ബുക്ക് എടുത്ത് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് അവളത് വേണ്ടെന്ന് വയ്ക്കുന്നു. തിരികെ വീട്ടിൽ വന്നപ്പോൾ അമ്മൂമ്മയുടെ 1.5 ലക്ഷം രൂപ കാണുന്നില്ല. അടുത്ത വീട്ടുകാരിയാണ് പറയുന്നത്, ആ പയ്യന് നിങ്ങൾ പൈസ കൊടുത്ത് തിരിച്ചു കിട്ടിയോ? അപ്പോഴാണ് അമ്മൂമ്മ വിരൽ കടിക്കുന്നത്. ശരിയാണ്. അടുത്ത വീട്ടിലെ വീട്ടുകാരനെ അമ്മൂമ്മ 1.5 ലക്ഷം രൂപ കടം കൊടുത്തിരുന്നു. അത് തിരിച്ചു കിട്ടിയിട്ടില്ല. ഹൈജി പാസ്ബുക്ക് യഥാസ്ഥാനത്ത് വച്ചെങ്കിലും അമ്മൂമ്മയുടെ കൂട്ടുകാരൻ അത് കയ്യോടെ പിടിച്ചു. പക്ഷേ എങ്കിലും അവൻ അത് അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. ആ ഹൈജി പോയി കഴിഞ്ഞപ്പോൾ അയാൾ അമ്മൂമ്മയെ വിളിച്ച് ഉപദേശിക്കുന്നു. കുറച്ചുകൂടി കാര്യങ്ങളൊന്നുകൂടി സ്ട്രിക്റ്റ് ആക്കണം. ഹൈജി വരച്ച പടം മാഷെ കാണിക്കുന്നു. സൂപ്പറായ പടം. മാഷ് പറഞ്ഞതുപോലെ പ്രചോദനം നൽകിയ ആളെ വരച്ചതാണ്. അവൾ വിചാരിച്ചതുപോലെ ഒരു ചിത്രത്തിലൂടെ കുറ്റസമ്മതം ചെയ്ത പടം. മാഷ് ഇത് കണ്ട് ഷിയോണിൽ നടക്കുന്ന ദേശീയ ഡ്രോയിങ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവളെ ക്ഷണിക്കുന്നു. അവളും സുഹൃത്തും കൂടി കോളേജിലേക്ക് നടക്കുമ്പോൾ ഒരു വിളി, ഹൈജി എന്ന്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അച്ഛൻ നിൽക്കുന്നു. സുഹൃത്തിനെ വേഗം പറഞ്ഞു വിട്ട് അവൾ അച്ഛനെയും കൂട്ടി കാൻറ്റീനിലേക്ക് പോകുന്നു. അച്ഛൻ്റെ ആവശ്യം വളരെ സിമ്പിളാണ്, കുറച്ച് പൈസ വേണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അവൾ കട്ടൻ ട്രൈയായിട്ട് പറയുന്നു. അയാൾ പറയുന്നത്, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ടുണ്ട്. നിൻ്റെ വീടിൻ്റെ അടവ് തെറ്റുകയും ചെയ്യും. ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും മേടിക്കാം എന്നയാൾ പറയുമ്പോൾ അവൾ ഒച്ചയുണ്ടാക്കുന്നു. മുത്തശ്ശിയെ ഇതിലേക്ക് വലിച്ചിടരുത്. മുത്തശ്ശി നിൻ്റെ മുത്തശ്ശി എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം അമ്മൂമ്മയുടെ സുഹൃത്ത് അമ്മൂമ്മയെ കാണാൻ വരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും DNA ടെസ്റ്റ് കിട്ടി. രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് റിപ്പോർട്ട്. അമ്മൂമ്മ ആ റിപ്പോർട്ട് വലിച്ചു കീറി പുറത്തേക്ക് എറിയുന്നു. റിപ്പോർട്ട് എന്തു തന്നെ ആയാലും അവൾ എൻ്റെ കൊച്ചുമോൾ തന്നെ ആണെന്ന് അമ്മൂമ്മ പറയുന്നു. സിയോണിലേക്ക് യാത്ര. അമ്മൂമ്മ വന്നിട്ടുണ്ട് യാത്രയാക്കാൻ. ഹൈജിയുടെ സുഹൃത്ത് വന്നപ്പോൾ അവർ യാത്ര ആരംഭിച്ചിരുന്നു. മത്സരവേദിയിൽ അവളുടെ അച്ഛൻ കാത്തു നിന്നിരുന്നു. അവൾ അയാൾക്ക് പൈസ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ദയവായി എന്നെ ഉപദ്രവിക്കരുത്. മത്സരവേദിയിൽ അവൾ പടം വരയ്ക്കുന്നു. മാഷ് വന്ന് നോക്കുമ്പോൾ ഒരു കത്ത് എഴുതി വച്ചിട്ട് അവൾ സ്ഥലം കാലിയാക്കിയിരുന്നു.
എൻ്റെ അമ്മൂമ്മയെ നോക്കണം. ഞാൻ വരച്ച പടത്തിൻ്റെ പേര് കുമ്പസാരം എന്നാണ് എന്ന് എൻ്റെ മാഷുടെ ഹൈജി. റോഡിൽ വച്ച് അടിപിടി ഉണ്ടാക്കിയതിന് ഹൈജിയെയും സുഹൃത്തിനെയും 2 ആൺ സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഹൈജിയെ ചോദ്യം ചെയ്യുന്ന റൂമിലേക്ക് അമ്മൂമ്മയും സുഹൃത്തും ഇടിച്ചു കയറുന്നു. ഹൈജി, നാട്ടുകാർ പറയുന്നത് നമ്മൾ രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ്. നീ പറ, നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന്. അവൾ അമ്മൂമ്മയുടെ നേരെ നോക്കുന്നില്ല. പാവം അമ്മൂമ്മ ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. അവളുടെ അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവൾ അവ്യക്തമായി പറയുന്നത് ഹൈജി മരിച്ചു എന്നാണ്. പിന്നെ ഹൈജിയുടെ കുട്ടിക്കാലം കാണിക്കുന്നു. കൊച്ചു ഹൈജിയെ അവളുടെ അമ്മ തട്ടിക്കൊണ്ടു പോകുന്നു. അവൾ കരയുന്നത് എനിക്ക് അമ്മമ്മയെ കാണണം എന്നാണ്. അമ്മ അവളെ അടിക്കുന്നു. ആ അമ്മയുടെ കൂട്ടത്തിലുള്ള മകൾ ഇത് കണ്ട് ചിരിക്കുന്നു. ആ കുടുംബം ഒരു കാർ യാത്രയിലാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അതിൻ്റെ മൂർധന്യത്തിൽ ആ കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറുന്നു. ഹൈജിയും അമ്മയും മരിച്ചുപോയി. ഇൻഷുറൻസുകാരൻ വരുമ്പോൾ ഹൈജിയുടെ അച്ഛൻ ഹൈജിയുടെ വള ഊരി സ്വന്തം മകൾക്ക് ഇടുന്നു. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ അമ്മൂമ്മ ബോധം കെട്ട് വീണു. ഹൈജിയും സുഹൃത്തുക്കളും ജയിലിൽ ആയി. ഹൈജിക്ക് മത്സരത്തിൽ ഉന്നത സ്ഥാനം കിട്ടി. ഡ്രോയിങ് മാഷ് ആ പടവുമായി അമ്മൂമ്മയുടെ അടുത്ത് വരുന്നു. അമ്മൂമ്മ അത് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞെങ്കിലും മാഷ് അത് അവിടെ വച്ചിട്ട് പോയി. അമ്മൂമ്മ അത് നോക്കുന്നു. ജലത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മൂമ്മയും കൊച്ചു ഹൈജിയും പിന്നെ ഒരു കുട്ടിയും നിൽക്കുന്ന അതിമനോഹരമായ ചിത്രം. അതിൻ്റെ പേര് കുമ്പസാരം എന്നതാണ്. അമ്മൂമ്മ അത് കണ്ട് കണ്ണുനീർ ഒഴുക്കുന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയ ഹൈജിക്ക് ഒരു ബുക്ക് ഷോപ്പിൽ പണി കിട്ടി. അവിടെ ഒരു ദിവസം അമ്മൂമ്മയുടെ സുഹൃത്ത് അന്വേഷിച്ചു വരുന്നു. എൻ്റെ കൂടെ താമസിക്കാൻ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അമ്മൂമ്മയ്ക്ക് വാശി. വയോജന കേന്ദ്രത്തിൽ താമസിക്കണമെന്ന്. കഴിഞ്ഞ ആഴ്ച മുതൽ അവളെ കാണാതായി എന്ന് അയാൾ പറയുന്നു. ഹൈജി ജോലി കളഞ്ഞ് അമ്മൂമ്മയെ തപ്പി ഇറങ്ങുന്നു. അമ്മൂമ്മ പോവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അവൾ അമ്മൂമ്മയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നു. പലരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും 1-2 പേർ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു എന്ന് പറയുന്നു. അവസാനം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവൾ അമ്മൂമ്മയെ കണ്ടെത്തുന്നു. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒരു വികാരവുമില്ല. പല പ്രാവശ്യം പരിചയപ്പെടുത്തിയപ്പോൾ അമ്മൂമ്മയുടെ മുഖത്ത് ഒരു പരിചിത ഭാവം വരുന്നു. നീ എൻ്റെ ഹൈജിയാണ് അല്ലേ? നീ എന്തിനാ എന്നെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോയത്? ഇനി ഇവിടെയും പോകരുത്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് അമ്മൂമ്മ ഹൈജിയോട് പറയുന്നു. അവളും അമ്മൂമ്മയും പഴയ വീട്ടിൽ തന്നെ താമസം തുടങ്ങി. മഞ്ഞുകാലത്തിൻ്റെ ആരംഭം. ഹൈജി ഒരു പടം വരയ്ക്കുകയാണ്. അമ്മൂമ്മയാണെങ്കിലോ ഡൈവിങ്ങിനുള്ള സാമഗ്രികൾ എടുത്ത് പുറത്തേക്ക് വരുന്നു. ഹൈജി പടം വരച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മൂമ്മ ഹൈജി വരച്ച പടത്തെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് കയ്യിൽ കളർ എടുത്ത് ആ ചിത്രത്തിന് മേൽ തൂക്കുന്നു. ഹൈജി അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്തത് ഹൈജിയുടെ കവിളിൽ പെയിൻറ്റ് കൊണ്ട് വരയ്ക്കുന്നു. അത് കണ്ടപ്പോൾ അമ്മൂമ്മയുടെ മൂക്കിലും അവൾ പൊട്ട് വരയ്ക്കുന്നു. അന്ന് രാത്രി അമ്മൂമ്മ ഉറങ്ങിയതിന് ശേഷം അവൾ ആ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുന്നു. അതിൽ നിന്നും അമ്മൂമ്മയുടെ ശബ്ദം വരുന്നു. നീ എൻ്റെ ഹൈജി അല്ല, പക്ഷെ നിന്നെ ഞാൻ ഹൈജി എന്നേ വിളിക്കൂ. സത്യത്തിൽ നീ എൻ്റെ ഹൈജി അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഹൈജി അല്ല എന്ന് ഞാൻ തിരിച്ചറിയാതെ മരിച്ചിരുന്നെങ്കിൽ, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നീ എൻ്റെ പേരക്കുട്ടിയാണ്. നീ എൻ്റെ പേരക്കുട്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രക്തബന്ധത്തിൽ ഉള്ള പേരക്കുട്ടി. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല. നീ എപ്പോഴും എൻ്റെ പേരക്കുട്ടി ആയിരിക്കും. പക്ഷേ ഞാൻ വലിയ താമസമില്ലാതെ മരിക്കും. പക്ഷേ എനിക്ക് നിന്നെ പെട്ടുപോകാൻ മനസ്സില്ല എന്നാണ് അമ്മൂമ്മ പറയുന്നത്. മുത്തശ്ശി മാപ്പ് എന്ന് മാത്രമേ
അവൾക്ക് പറയാൻ ഉണ്ടായിരുന്നുള്ളൂ. അമ്മൂമ്മയെ ഏറെ താമസിയാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. വളരെ ക്ഷീണിച്ച സ്വരത്തിൽ അമ്മൂമ്മ അവളെ വിളിക്കുന്നു. ഓടിയെത്തിയ അവളോട് അമ്മൂമ്മ അവളെ യഥാർത്ഥ പേർ ചൊല്ലി വിളിക്കുന്നു, ജി എന്ന്. എനിക്ക് സമയമായി എന്ന് അമ്മൂമ്മ പറയുന്നു. അവൾ കൊച്ചുമോളുടെ കയ്യിൽ പിടിക്കുന്നു. പതുക്കെ ആ കൈ വിട്ടുപോവുകയും ചെയ്യുന്നു. അമ്മൂമ്മ മരിച്ചു. ഹോസ്പിറ്റൽ മുറിയിലെ ഒരു ചിത്രശലഭം പുറത്തേക്ക് പറക്കുന്നു. അത് മഞ്ഞപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന കടുക് പാടത്തേക്ക് പറക്കുന്നു. അവിടെ അവളുടെ കൊച്ചുമോൾ ഹൈജി നിൽപ്പുണ്ട്. എന്താണ് ഇത്ര വൈകിയത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഒരു ചുംബനം ആണ് അവൾക്ക് മറുപടിയായി കൊടുത്തത്. സിനിമ ഇവിടെ അവസാനിക്കുന്നു.